ഹായ്, 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. ഇന്ന് എങ്ങനെയാണ് ഈ 3D പ്രിൻറ്റിങ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. ഇത് 3D പ്രിൻ്ററാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് 3D പ്രിൻ്റേഴ്സ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞതാണിത്. 3D പ്രിൻറ്റിങ് എങ്ങനെ നമ്മൾ 3D ഡിസൈൻ മെഷീന് കൊടുക്കുകയാണെങ്കിൽ നമ്മളിതാണ് ഫിലമെൻറ്റ് ഉപയോഗിക്കുക. ഇത് PLA എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഓക്കെ, ഇതൊരു ഹോട്ടൻ്റാണ്, ചൂടാവും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ചിട്ട് ഈ ഫിലമെൻ്റ് എടുക്കും. ഫിലമെൻ്റ് എടുത്ത് ചൂടാക്കിയിട്ട് ഈ ബെഡിൽ ആ ഡിസൈൻ ഒരു ലെയറായിട്ട് ഒഴിക്കും. ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ ഡിസൈൻ അനുസരിച്ച് അടുത്ത ലെയർ ഒഴിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ, അങ്ങനെ ലെയർ ബൈ ലെയറായി ഒഴിച്ചിട്ട് നിങ്ങൾ കൊടുത്ത ഡിസൈൻ ഒരു 3D ഫോമിൽ നമുക്ക് ഔട്ട് എടുക്കാൻ കഴിയും. നിങ്ങൾ അതേപോലെ പ്രിൻറ്റ് ചെയ്ത് വെച്ചതാണ് ഇവിടെ ഷോക്കേസ് ചെയ്തത്. ഇതും 3D പ്രിൻ്ററാണല്ല? ഇതും 3D പ്രിൻ്ററാണ്. ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. അത് റിയാലിറ്റിൻ്റെ K1 എന്ന് പറയും. ഓക്കെ, ഇതെല്ലാം മാസ്കുകളൊക്കെ ഞങ്ങൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഏതും അങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? എത്ര സൈസിലുള്ളതും പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് മാക്സിമം ഉള്ളത് 45 സെൻറ്റിമീറ്റേഴ്സ് ആണ്. 45 സെൻറ്റിമീറ്റർ അല്ല? വലിയ പ്രിൻറ്റേഴ്സ് ഉണ്ട്, ചെയ്യാം. ഇത് ചൂടാവുന്ന സമയത്ത് ഡിസൈൻ വേണം. ഇത് ചൂടാവുന്ന സമയത്ത് എന്തെങ്കിലും ഇത് പുറത്തേക്ക് വരും പ്ലാസ്റ്റിക്കിന്റെ? ഈ PLA ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ABS അങ്ങനത്തെ വെക്കുമ്പോൾ ചെറിയ ഫ്യൂംസ് വരും. പ്രശ്നമാണല്ലോ. ഫോം ഓഫ് പ്ലാസ്റ്റിക് തന്നെയാണ്. റിജിഡിറ്റി എങ്ങനെയായിരിക്കും? സ്ട്രെങ്ത് ഉണ്ടാവും. നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ അതേ പ്രോപ്പർട്ടി കാണിക്കും, പക്ഷേ ബയോഡിഗ്രേഡബിൾ ആണ്. PLA ഇത് ബയോഡിഗ്രേഡബിൾ ആണല്ലേ? PLA മാത്രം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് 3D പ്രിൻറ്റിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോഡൽസ്. നമുക്ക് 45 സെൻറ്റിമീറ്റർ അല്ലേ? 45 സെൻറ്റിമീറ്റർ അല്ലേ? 45 സെൻറ്റിമീറ്റർ ആ ഒരു ഡയമെൻഷനുള്ള മോഡൽസ് വരെ ഈ 3D പ്രിൻറ്റിങ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടാവില്ല 3D പ്രിൻറ്റിങ്ങിൻ്റെ? മൾട്ടി കളർ പ്രിന്റേഴ്സ് ഉണ്ട്. മൾട്ടി കളറിലുണ്ടല്ലോ. ബിഗ് സ്കെയിൽ പ്രിന്റേഴ്സും ഉണ്ട്. വീട് വരെ ചെയ്തു തുടങ്ങി. ഒരു വീട് മൊത്തത്തിൽ 3D പ്രിന്റിംഗ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. എത്ര വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അത് എത്ര സമയം കൊണ്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക? നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് പറയാൻ പറ്റുമോ? സോഫ്റ്റ്വെയർ ടെക്നിക്കൽസ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇത് ക്രിയാലിറ്റിന്റെ പ്രിന്റേഴ്സ് ആണ്. ക്രിയാലിറ്റിന്റെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അല്ലെ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യൂറ, അങ്ങനെ പല സോഫ്റ്റ്വെയറിലേക്ക് സ്ലൈസ് ചെയ്യാം. സ്ലൈസ് ചെയ്തിട്ട് G കോഡാക്കി മാറ്റണം നമ്മുടെ 3D ഡിസൈനിനെ. ആ G കോഡാണ് നമ്മൾ പ്രിന്ററിലേക്ക് ഇടുക. ഇതിന് എന്താണ് തിരിച്ച് റീഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ മെറ്റീരിയൽ? ആക്ച്വലി ഇത് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോം ആവും അല്ലേ? 60 ഡിഗ്രി ടെമ്പറേച്ചർ കൊടുത്താൽ ഏകദേശം മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. മുഴുവനായിട്ട് മെൽറ്റ് ചെയ്ത് പോകും. ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ. 60 ഡിഗ്രി ടെമ്പറേച്ചർ സ്ഥലത്ത് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ? PLA ഒക്കെ ആണെന്ന് വെച്ചാൽ 110 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഗ്ലാസ് ട്രാൻസ്ഫർ ടെമ്പറേച്ചർ പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വീടെല്ലാം വെക്കുന്ന സമയത്ത് നമ്മൾ സൺലൈറ്റില്ല മിക്സ്ചേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. കോൺക്രീറ്റ് മിക്സറാണ്. ടെക്നോളജി മാത്രം ഇതേപോലെ ഡിസൈൻ കൊടുക്കുന്നു, അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അവിടെ ചൂട് പ്രശ്നമല്ല? ചൂട് പ്രശ്നമല്ല, അത് കോൺക്രീറ്റ് മിക്സ്ചേഴ്സാണ്. വേറെ തന്നെ ഫിലമെന്റ് ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ ചൂടുള്ളത് നോക്കി ഒഴിച്ചു വെക്കാനൊന്നും പറ്റില്ല? ഇല്ല, അത് 60 ഡിഗ്രീൻ്റെ ഉള്ളിലുള്ള നോക്കാം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പറ്റില്ല. ഓക്കെ ഓക്കെ. ഡീഫോം ആവാൻ തുടങ്ങും. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാം. ഇതേപോലെ സ്കൂളാക്കി വീണ്ടും ഉപയോഗിക്കാം അല്ലേ? ഓക്കെ ഓക്കെ. താങ്ക്സ്. ഓക്കെ ശരി.